ആനിവേഴ്സറി ഇപ്രാവശ്യം കുറച്ച് സ്പെഷ്യലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ റെഡിയായി ഒന്ന് ആൾക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് ചെയ്തത്. ഞാനും ഉണ്ണിയും കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫേവററ്റ് ജോസഫിന് ഇഷ്ടമുള്ള തന്നെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ഒരു ഇന്തോനേഷ്യൻ ഡിഷാണ് അത്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ആക്ച്വലി നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് അവിടെ ചൂസ് ചെയ്തത്. പിന്നെ അവിടുത്തെ ഡിഷസും എപ്പോഴും നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഉണ്ണിയാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്തു. അവൾക്കായിട്ടുള്ളൊരു സൂപ്പ് കുടിക്കുന്നതിൻ്റെ തത്രപ്പാടിനെ പോയി കാണുന്നത്. ഡേ തന്നെ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം അങ്ങനെ വലിയ രീതിയിൽ ഇങ്ങോട്ട് വന്ന റെസ്റ്റോറൻറ്റിലൊന്നും ഡിന്നർ കഴിച്ചു എന്നുള്ളതല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഡേ ഓഫ് എടുത്തിട്ട് ഇനി ഈ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമെന്നറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ മുന്നുണ്ടായിരുന്നപ്പോഴും കുവൈറ്റിലെ ഫേവററ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു ഹിമാലയൻ ഹൗസ്. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 28-ാം തീയതി നമ്മൾ എവന്യൂസ് മോൾ കുവൈറ്റിൽ ഒരു ഫേമസ് വലിയൊരു മോളാണ്. അപ്പോൾ അവിടുത്തെ ചീസ് കേക്ക് ഫാക്ടറിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത സമയമെടുത്ത് അങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം കേക്ക് ഇവിടുന്ന് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മളിവിടെ വെച്ച് ചെയ്തു. ഫുഡും ഓർഡർ ചെയ്ത് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ്, നല്ല രസമുള്ളൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഇരുന്ന് കട്ട് ചെയ്തതും ആംബിയൻസും എല്ലാം കൂടെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഭയങ്കര സ്പെഷ്യലായിരുന്നു. എല്ലാം കൊണ്ടും നല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ആനിവേഴ്സറി ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ നിക്കോളും ഉണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. അവളുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും, മധുരം കൊടുക്കാറില്ലെങ്കിലും കുറച്ച് കേക്ക് കഴിക്കലും, അങ്ങനെ ഞങ്ങൾ കേക്ക് അവിടെ വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങളന്ന് തിരിച്ചു പോന്നു. അങ്ങനെയുള്ളൊരു കുഞ്ഞു വ്ളോഗാണിത്. പിന്നെ ഒരു വീഡിയോയിൽ കാണാം.